നാളായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് ക്രിസ്മസിന് തകർത്തേക്കാന്ന് വിചാരിച്ച അടിപൊളി വീഡിയോ ഒന്ന് നമ്മൾ ഇടുവാണ്. അതായത് നമ്മുടെ ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് നെയ്ച്ചോറും ബീഫ് കറിയും എൻ്റെ ബ്രദർ വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ സ്പെഷ്യൽ നെയ്ച്ചോറും ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യമായിട്ട് നമ്മൾ ബീഫെല്ലാം നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഗീ റൈസിനുള്ള റൈസാണ്. അത് നന്നായിട്ട് കഴുകി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ബീഫ് വേവിക്കാനായിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ ഓരോ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ എരിവുള്ള മുളക് പൊടിയും ഈസ്റ്റേണിൻ്റെ മീറ്റ് മസാല എന്നിവയെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈസ്റ്റേണിൻ്റെ മീറ്റ് മസാലയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് മല്ലിപ്പൊടി ചേർക്കണം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. മസാലയെല്ലാം നന്നായി വരട്ടിയെടുത്ത മീറ്റ് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. മീറ്റിൽ കുറച്ച് കറിവേപ്പില ഇട്ട് നമ്മൾ വേവിക്കാൻ വെക്കുവാണ്. വേറെ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യുന്നില്ല. അതിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്. അതുകൊണ്ട് നമ്മൾ വെള്ളം വേറെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല. കറിക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള, മല്ലിച്ചപ്പ്, കറിവേപ്പില ഇതെല്ലാം നമ്മൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇവരെല്ലാം നമുക്ക് കറിക്ക് ആവശ്യമുള്ള പരുവമാക്കി എടുക്കാം. എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ജിഞ്ചറും ഗാർലിക്കും നമ്മൾ ചെറിയതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സവോളയും നന്നായിട്ട് കട്ട് ചെയ്തു. രണ്ടിരിക്കും നമ്മുടെ പച്ചമുളക്, മല്ലിച്ചപ്പ്, ചെറിയുള്ളി കുറച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം നമ്മൾ കറിക്ക് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ചീനച്ചട്ടി വെച്ച് ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് മണികളെയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് മണികൾ ചെറിയ രീതിയിൽ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അവയെല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സവോള ആഡ് ചെയ്ത് നന്നായിട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴച്ചെടുക്കാം. നമ്മുടെ സവോള നന്നായിട്ട് വാടിയിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നമുക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇത് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ നമ്മൾ ആവശ്യത്തിനുള്ള മസാലയ്ക്ക് ചേർക്കുകയാണ്. പിന്നെ നമ്മൾ ഈസ്റ്റേണിൻ്റെ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നു. അത് 2 ടീസ്പൂണാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കണം. ഈ മസാല എല്ലാം നന്നായിട്ട് മൂക്കട്ടെ. പിന്നെ നമ്മൾ കുറച്ച് ലെമൺ ജ്യൂസും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴച്ചെടുക്കാം. നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് റെഡിയായിരിക്കുകയാണ്. കുക്കർ തുറന്നപ്പോൾ നന്നായിട്ട് വെന്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ
നമ്മുടെ മസാല മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ബീഫിൻ്റെ സ്റ്റോക്ക് ഒഴിച്ച് കൊടുക്കാം. കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുത്ത് അതിനെ ഒന്നുകൂടി ഒന്ന് നല്ലതായിട്ട് തിക്ക് ഗ്രേവി ആക്കി എടുക്കാവേ. ഗ്രേവി നന്നായിട്ട് ഇളക്കാൻ തുടങ്ങി നമുക്ക് ബീഫെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫും ഗ്രേവിയും കൂടെ കൂടി നന്നായിട്ട് മസാല എല്ലാം ചേർന്ന് നന്നായിട്ട് തിളക്കട്ടെ. വെയിറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മുടെ കറിയിൽ ആവശ്യമായിട്ടുള്ള മല്ലിച്ചപ്പ്, കറി ലീവ്സ് ഇട്ട് പിന്നെ നമ്മൾ കുറച്ച് ചെറിയുള്ളി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കറി വേകട്ടെ. നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തു. നമുക്ക് ഗീ റൈസിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ തുടങ്ങാം. ആദ്യം നമ്മൾ അപ്പച്ചമ്പ് അടുപ്പ് വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കാം. ഗീ റൈസിന് ആവശ്യമായിട്ടുള്ള ഗീ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പച്ചമ്പിലേക്ക്. 3-4 ടീസ്പൂൺ ഗീ ഒഴിച്ചു. പിന്നെ സ്പൈസസ് എല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കണം. ഗരം മസാല, അതായത് ഒരു ജാതിക്കയുടെ കുരു ഇട്ടിട്ടുണ്ട്, പിന്നെ ബേ ലീഫുണ്ട്, പെരിഞ്ചീരകം, കറുവാപ്പട്ട എല്ലാം കൂടെ നമ്മളിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് റൈസും ജസ്റ്റ് ഒന്ന് വറക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് അതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുത്ത് അത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം വെച്ച് നമുക്ക് ചോറ് വേവിക്കാൻ വെക്കണം. റൈസിൽ ചേർക്കാനുള്ള സവോളയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. റൈസ് വെന്തിട്ടുണ്ട്. നമ്മളത് അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിരിക്കുകയാണ്. അല്ലെ അതിലേക്ക് നമുക്ക് ആവശ്യമായി നമ്മുടെ സവോളയെല്ലാം വറുത്ത് കോരിയതും നമ്മുടെ മല്ലിച്ചപ്പും ചേർത്ത് ഈ റൈസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും അതിന് വേണ്ട. മെയിനായിട്ട് ഗീയും റൈസുമാണ് ഇതിൽ കൂടുതലായിട്ട് വേണ്ടത്. പിന്നെ മല്ലിച്ചപ്പ് ഇതൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട്. അല്ലാതെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഗീ റൈസിന് വേണ്ട. അതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഗീ റൈസൊക്കെ വിശേഷ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാം. അത്രയേ ഉള്ളൂ. നമ്മുടെ ഗീ റൈസ്, ബീഫ് കറി, ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.